രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഷാഫി പറമ്പലിനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ, അതേപോലെ PK ഫിറോസിനെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ചെറിയ ഗൂഢാലോചനയല്ല. നമസ്കാരം. 2 ദിവസം മുമ്പ് വരെ കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന, അതായത് ഇത്രയധികം കുരിശിത്തറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് കരുതിയിരുന്ന വലിയൊരു വിഭാഗത്തിന്റെ വേദനയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ ഹീറോ പരിവേഷത്തിലേക്കാണ്, ഹീറോയായി മാറിയിരിക്കുകയാണ്. എന്താണ് VD സതീശൻ പറഞ്ഞത്? നിയമസഭയിലേക്ക് വരണ്ട, അവധി എടുക്കണം. പക്ഷെ നിയമസഭയിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തീർന്നു എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് അനുഭാവികളും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നവരും സോഷ്യൽ മീഡിയയിലൂടെ വിവരം വിളിച്ചു പറഞ്ഞപ്പോൾ, ഞാനടക്കമുള്ളവരുടെ ചാനലുകളുടെ കമന്റ് ബോക്സിൽ അത് നിറഞ്ഞപ്പോൾ, അതാണ് ശരി, അതാണ് ശരിയായ മാർഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ആരുടെയും വാക്ക് കേട്ടില്ല. ആ കാര്യത്തിൽ വരണ്ട എന്നുള്ള കാര്യത്തിൽ ഇനി ആരെങ്ങനെയൊക്കെ പറഞ്ഞാലും, ഏത് കൊമ്പം പറഞ്ഞു കഴിഞ്ഞാലും അതിലൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കി നേരെ നിയമസഭയിലെത്തി. അങ്ങനെ നിയമസഭയിൽ എത്തും എന്ന് മനസ്സിലായപ്പോൾ കോൺഗ്രസ് തന്നെ വലിയൊരു ഭാഗം പിന്നെ വരാൻ പോകുന്ന പുകിൽ അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്, ആരാണ് തകരാൻ പോകുന്നത്, ആരാണ് ഉയരാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടാണ്. അതുവരെ ഒന്നും മിണ്ടാതെ നിന്നവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കൂടുന്ന പിന്നെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലയ്ക്ക് ഇടാൻ വേണ്ടി, തച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന വലിയൊരു പക്ഷം പെരിയെ മിണ്ടാതാകുന്നതും കണ്ടു. എന്നാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മളോട് വിളിച്ചു പറയുന്നത് അവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു തുടങ്ങി, നടന്നു തുടങ്ങി എന്നാണ്. അതായത് ഇനി ഒരാൾക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ നിന്ന് തടയാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. സ്വാഭാവികമായി കനിഞ്ഞു കൊടുത്തിട്ടുള്ള 6 മാസത്തെ സസ്പെൻഷൻ, ആ സസ്പെൻഷൻ കാലാവധി തികയുന്നതിന് മുമ്പ് തന്നെ പിൻവലിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക്. കാരണം കേസിന്റെ വഴക്കുള്ള കാര്യം അങ്ങനെയാണ്. ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ ഞാൻ അവിടെ പറയാം. ഇവിടെ നിയമസഭയിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അനുമതി വേണം എന്ന് VD സതീശനും ടീമും വാദിച്ചു നിന്നപ്പോൾ, അങ്ങനെ VD സതീശന്റെ അനുമതിക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ അനുമതിക്ക് കാത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ വഴിയാധാരമാവുമെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, കൂടെയുള്ളവർക്ക് ആ ബുദ്ധി കൃത്യമായി മനസ്സിലായതുകൊണ്ട്, പറഞ്ഞു കൊടുത്തത് കൊണ്ട് രാഹുൽ ഇപ്പോൾ രാഹുലായി. നിയമസഭയിലെത്തി. അത് പാർട്ടിക്ക് ഒരു വിഭാഗത്തിന് വലിയ ക്ഷീണമായി, പക്ഷേ മറുഭാഗത്തിന് ഒരു ആത്മവിശ്വാസമായി. ആർക്കാണോ ഇത് ഗ്രൂപ്പിസം കളിച്ച് ഈ പാർട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ച് ചൂടാക്കിക്കൊണ്ടിരുന്നത്, അവർക്കൊക്കെ നിരാശയായി. ഈ പാർട്ടി രക്ഷപ്പെടണം, യുവാക്കളിലൂടെ ഈ നാട് നന്നാകണം എന്ന് കരുതിയിരുന്ന വലിയൊരു ഭാഗത്തിന്, അവരാണ് ഇപ്പോൾ ബഹുഭൂരിപക്ഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കുന്ന സമയത്ത് അവർ ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ 1 മാസത്തിനിപ്പുറം അവരാണ് ഭൂരിപക്ഷം. ആ നിലയിലേക്ക് എത്തി. അവർക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. ഏതായാലും ശനിയാഴ്ച പാലക്കാടിന്റെ ഉത്തരവാദിത്വം വീണ്ടും നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തും എന്ന് പറയുന്നുണ്ട്. നിയമസഭയുടെ മുന്നിൽ SFI നടത്തിയിട്ടുള്ള ചെറിയൊരു പ്രഹസന സമരമുണ്ട്. അത് പാലക്കാട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരാൾ ഇറങ്ങി നടക്കാൻ പറ്റില്ല, സമരം നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായം വേണ്ടേ? ഇപ്പൊ ആരാ സമരം നടത്തുന്നത്? CPM-ന്റെ നേതൃത്വത്തിലാണ്, പിണറായിന്റെ നേതൃത്വത്തിലാണ് സമരം നടത്തേണ്ടത്. എന്തിന്റെ പേരിൽ അവർ സമരം നടത്തുക? അവർ എതിർക്കും. എതിർത്ത് അവർ മടുക്കും. അല്ലാതെ ഒന്നും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും കേസുണ്ടോ? എന്തെങ്കിലും ആരോപണമുണ്ടോ? ഇപ്പൊ ആരോപണം പോലും ഇല്ല. ആരോപിച്ചവരെന്ന് പറയുന്നത് ഞങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല, ഞങ്ങളൊന്നും പരാതി കൊടുക്കാൻ തയ്യാറല്ല എന്നാ പറയുന്നത്. ഇപ്പൊ ആരോപിച്ചു എന്ന് ആരോ പറഞ്ഞു കേട്ടു എന്നുള്ളൊരവസ്ഥയിലെത്തി. നമ്മൾ കേട്ടതാ കുറെ വോയിസും കുറെ കാര്യങ്ങളും ഒക്കെ. അതൊക്കെ AI-യിൽ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് എത്ര അന്വേഷിച്ചിട്ടും ഇതൊക്കെ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ പോലീസിന്. അതായത് എങ്ങനെ ഫോർവേഡ് ചെയ്ത് വന്നു എന്നുള്ളത് കണ്ടെത്താൻ മണിക്കൂറുകൾ മതി. അത്രയധികം സൗകര്യങ്ങളുള്ള ഈ സമയത്ത് ക്രൈംബ്രാഞ്ച് തന്നെ നേരിട്ട് കേസെടുത്ത് അന്വേഷിച്ചിട്ടും എവിടെയും എത്തിയിട്ടില്ല. പരാതിക്കാരില്ല, ആരുമില്ല. അപ്പൊ പിന്നെ എന്തു പരാതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സമരം നടത്തുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെ തടയാൻ നിൽക്കണേ? ആ സമരത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സമരം നടത്തുന്നവർ മുടിയുമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയ പേജുകളിൽ, ഫേസ്ബുക്കിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിശക്തമായ പോസ്റ്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയൊക്കെ നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഞാനത് പറയും. ഇതിലത് പറയുന്നില്ല. ഇതിൽ രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്. രാഹുലിനെയാണ് ഇപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് പിന്നീടാക്കാം, അത് മാറ്റിവെക്കാം. ഏതായാലും പിണറായി അന്ന് എതിർത്തിട്ടുള്ള ശൗര്യം അതൊട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും പാലക്കാട്ടേക്ക് വരാനുള്ള ആ തയ്യാറെടുപ്പും എല്ലാം. അതായത് 10-20 ദിവസം മൂലയ്ക്ക് പതുങ്ങിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നത് നന്നായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ
ഒരു എല്ലാവരുടെയും നിലപാട്. കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ശത്രുത ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തിരിക്കാനോ ഒന്നിനും ശ്രമിച്ചില്ല, മിണ്ടാതിരുന്നു. അവസാനം പാർട്ടി വെട്ടില്ല എന്നല്ലാതെ അദ്ദേഹം വെട്ടിലായിട്ടില്ല. അദ്ദേഹം എന്താ പറയാ, പൂർവാധികം ശക്തിയോടെ നമ്മൾ ഈ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ശരിക്കും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ ഏറ്റവും രസകരമായ തമാശ എന്ന് പറയുന്നത്, രാഹുലിനെ ഒതുക്കാൻ വന്നിട്ടുള്ള അല്ലെങ്കിൽ മൂലക്കിരുത്തി വന്ന് പറഞ്ഞിട്ട് രാഹുലിനെതിരെ വന്നിട്ടുള്ള കുറെ കോൺഗ്രസിന്റെ നേതാക്കളാണ്. വി ഡി സതീശന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഒതുക്കാൻ വന്നിട്ടുള്ള കുറെ നേതാക്കൾ. അവർക്കൊക്കെ അടിമുടി നിരാശയാണ്, വളരെ നിരാശയാണ്. പോലീസും അതുപോലെ തന്നെ അടിമുടി ഇരുട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാതിക്കാരില്ല. പരാതിക്കാരന് പിന്നെ 2 പേർ പരാതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ വന്നിട്ടുള്ള 2 പേരും ഞങ്ങളല്ല അതിന്റെ ആൾക്കാർ, ഞങ്ങൾ മൊഴി തരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. പിന്നെയുള്ളത് റിനിയാണ്. റിനി ആദ്യം പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി മൊഴിയൊക്കെ കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിലും പോലീസിന്റെ നോട്ടത്തിൽ ആ ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ കേസെടുക്കാനുള്ള വകുപ്പില്ല, അതിനകത്ത് അമ്മാതിരി ഒന്നുമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് അത് നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ റിനിക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യാതൊരു തെളിവുമില്ല, ഒരു പരാതിയുമില്ല. ഗർഭിണിയുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് ഇങ്ങനെ കേരളം മുഴുവൻ അന്വേഷിച്ചിട്ടും കേരളത്തിന് പുറത്ത് ആശുപത്രിയിൽ പോയി എന്നൊക്കെ പത്രക്കാർ പറയുന്നത് പോലെ അന്വേഷിച്ച് നോക്കിയിട്ടും ഒന്നും കിട്ടുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയെ ഏത് വിധത്തിൽ കൂട്ടിലടയ്ക്കാൻ കുരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ അതേ കുരുക്ക് രാഹുലിനെ മണ്ടയിൽ നിന്ന് ഇടാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. അതിൽ രാഹുൽ ശക്തനായിട്ടേ ഉള്ളൂ. ഇവിടെ സോഷ്യൽ മീഡിയയുടെ കാലം ഈ രീതിയിലായതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് കാര്യം മനസ്സിലായതുകൊണ്ടും ഏറ്റില്ല. അതുകൊണ്ട് തന്നെ മിണ്ടാതെ നിന്ന നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിന്ന നേതാക്കളും ഒക്കെ ഇപ്പൊ രാഹുലിന്റെ പിന്നാലെയാണ്, രാഹുലിന്റെ കൂടെ വന്നു കഴിഞ്ഞു. പരാതിയാകട്ടെ ഒരു പരാതിയുമില്ല. സാങ്കല്പിക പരാതിക്കാരും സാങ്കല്പിക മൊഴികളും സാങ്കല്പിക ഗർഭവും സാങ്കല്പിക അലസിപ്പീരും ഒക്കെയായി മാറുന്നതും നമ്മൾ കണ്ടു. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ നോക്കേണ്ട ആവശ്യം? ഒന്നും നോക്കേണ്ടതില്ല. ധൈര്യപൂർവ്വം പുറത്തിറങ്ങാം, ധൈര്യപൂർവ്വം മൂപ്പർ പ്രവർത്തിക്കുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് അഥവാ പിണറായി സർക്കാർ കേസെടുപ്പിച്ചത് രാഹുലിന് വളരെ ഉപകാരമായി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിടിച്ചു നിൽക്കാൻ ഒരു വള്ളിയായി. ഒരു കേസെങ്കിലും വേണ്ടേ, ഒന്ന് ഇതിന് പറ്റില്ല എന്നെങ്കിലും പറയാം. അവസാനം ഒരു തെളിവുമില്ലാതെ നിൽക്കുമ്പോൾ ഇപ്പോ വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണ്. അതായത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്, സീറ്റ് കൊടുക്കില്ല എന്ന്. ഈ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിച്ച നാടകമാണ് എന്ന് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം. ഷാഫി പറമ്പലിനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ, അതേപോലെ PK ഫിറോസിനെ ഞാൻ മറ്റൊരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് ചെയ്യാം. വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്, ചെറിയ ഗൂഢാലോചനയല്ല, വലിയ ഗൂഢാലോചന. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഏതായാലും അതിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുത്, അതായിരുന്നു അജണ്ട എന്ന് പറയുന്നത്. അല്ലാതെ പെണ്ണ് കേസൊന്നും അല്ല അജണ്ട. പക്ഷെ എന്റെ ഇപ്പോഴത്തെ സംശയം എന്നറിയോ, രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി വി ഡി സതീശൻ ഇങ്ങനെ ഇറങ്ങി പണിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പണിപ്പെടുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന് സീറ്റ് ഉണ്ടാവും എന്നാണ് ഇപ്പൊ ഞാൻ സംശയിക്കുന്നത്. ഇപ്പോഴത്തെ പോക്ക് ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ തലയ്ക്ക് മുകളിൽ കയറിയിരിക്കും. വി ഡി സതീശൻ സീറ്റില്ലാതെ വീട്ടിലിരിക്കും. Different angles. Don't forget to subscribe and support this channel.